യാതൊരു മനുഷ്യപ്പറ്റുമില്ലാതെ ഗാസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുകയാണ്. കെട്ടിടങ്ങളും സ്കൂളുകളും എന്തിന് ആശുപത്രികൾ വരെ ആക്രമിക്കുന്ന നിലയിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് സംഘർഷം. കിടപ്പാടമില്ലാതെ ജനലക്ഷങ്ങൾ തെരുവിൽ അലയുന്നതിനിടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത്. മാസങ്ങളായി ഗാസ കടുത്ത പട്ടിണിയിലാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. പട്ടിണി മൂലം ഓരോ ദിവസവും കുഞ്ഞുങ്ങൾ മരണപ്പെടുകയും പോഷകാഹാരക്കുറവ് മൂലം അനാരോഗ്യത്തിന്റെ പിടിയിലുമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏപ്രിൽ മുതൽ വടക്കൻ ഗാസയിൽ ക്ഷാമം ആരംഭിക്കാനുള്ള ശക്തമായ സാധ്യതയുണ്ടെന്ന് US ആസ്ഥാനമായുള്ള ഫാമിൻ എയർലി വാർണിംഗ് സിസ്റ്റം നെറ്റ്വർക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജൂലൈ പകുതിയോടെ 1 ദശലക്ഷത്തിലധികം ആളുകൾ മരണവും പട്ടിണിയും നേരിടേണ്ടി വരുമെന്ന് 2 UN സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ക്ഷാമം പ്രഖ്യാപിക്കാനുള്ള കാലതാമസത്തിനിടെ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം പോലും ലഭിക്കാതെ പട്ടിണിയിലാവുകയാണ് പലസ്തീൻ ജനത. ക്ഷാമം പ്രഖ്യാപിക്കുന്നതിന്റെ സാങ്കേതിക വശങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭക്ഷ്യക്ഷാമം മൂലമുണ്ടാകുന്ന യഥാർത്ഥ ദുരിതങ്ങളെ അവഗണിക്കുന്നുവെന്ന് ഇരു സംഘടനകളും വ്യക്തമാക്കുന്നുണ്ട്. ക്ഷാമം പ്രഖ്യാപിക്കുന്നതിനുള്ള ഔദ്യോഗിക പരിധി കടന്നിട്ടില്ല. പക്ഷേ ഗാസയിലെ ആളുകൾ ഇപ്പോഴും പട്ടിണി മൂലം മരിക്കുന്നു. ഗാസയിലെ പല കുട്ടികളും കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്നും ഇത് അവരുടെ ആരോഗ്യത്തിന് ശാശ്വതമായ കേടുപാടുകൾ വരുത്തുമെന്നും ഫ്യൂസ്നെറ്റിന്റെ റിപ്പോർട്ട് കണ്ടെത്തിയിട്ടുണ്ട്. വരാനിരിക്കുന്ന പ്രതിസന്ധികൾ പ്രവചിക്കുന്നതിനായി 1980കളിൽ US രൂപീകരിച്ച നെറ്റ്വർക്കിലെ വിദഗ്ധരാണിപ്പോൾ കൊടും പട്ടിണി പ്രവചിച്ചിരിക്കുന്നത്. അടിയന്തര സഹായമെത്തിക്കാൻ ചുമതലപ്പെട്ട വിദഗ്ധർ പട്ടിണി നിർവചിക്കുന്നത് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒരു പ്രദേശത്ത് പട്ടിണി വ്യാപിച്ചതായി കണക്കാക്കണമെങ്കിൽ 3 കർശന വ്യവസ്ഥകൾ പാലിക്കണം. ഈ കർശനമായ നിയമങ്ങൾ കാരണം ക്ഷാമം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുമ്പോഴും ധാരാളം ആളുകൾ ഇതിനകം പട്ടിണി മൂലം മരിച്ചിട്ടുണ്ടാകും. പട്ടിണിയുടെ സാങ്കേതിക നിർവചനമനുസരിച്ച് 20% കുടുംബങ്ങൾ ഭക്ഷണത്തിന്റെ കടുത്ത അഭാവം, കുട്ടികളിൽ 1/3 പേർ പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, 10,000 ആളുകളിൽ 2 മുതിർന്നവരോ 4 കുട്ടികളോ പട്ടിണി മൂലമുള്ള മരണം എന്നിവയാണത്. കഴിഞ്ഞ മാസം മുതൽ വടക്കൻ ഗാസയിൽ തുറന്ന പുതിയ അതിർത്തി ക്രോസിംഗുകൾ വഴി ഭക്ഷണം എത്തിക്കുന്നുണ്ട്. എങ്കിലും തെക്കൻ റഫയിലേക്ക് സഹായം എത്തിക്കുന്നതിനുള്ള പ്രധാന വഴികൾ ഇസ്രായേൽ സൈന്യം തടഞ്ഞതിനാൽ സ്ഥിതി കൂടുതൽ വഷളാകുകയാണ്. ദിവസേന കുറഞ്ഞത് 2 കുട്ടികളെങ്കിലും ഭക്ഷണമില്ലാതെ മരിച്ചു വീഴുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഗാസയുടെ മധ്യഭാഗത്ത് പോരാട്ടം രൂക്ഷമാണ്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു സ്കൂളിലെ 30 കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു. ഹമാസ് വിമതരുടെ സാന്നിധ്യമുണ്ടെന്ന് അവകാശപ്പെട്ടാണ് സ്കൂളിൽ ബോംബിട്ടത്.